കൽബാണ് ഫാത്തിമ മുതൽ ഇല്ലെങ്കിൽ ദിൽഹെ ഫാത്തിമയിലേക്ക് എത്തുന്നതാണ് മാഗ്നസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ. ദിൽഹെ ഫാത്തിമയാണ് മാഗ്നസിന്റെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ കൽബാണ് ഫാത്തിമ ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട് ശരിക്കും കേരളത്തിൽ. ഒരു കാലഘട്ടത്തിൽ ജാസി ഗിഫ്റ്റ് ലജ്ജാവതിയുമായിട്ട് വന്നില്ലേ, അതേപോലെ ഒരു പൊട്ടലായിരുന്നു അത്. ഈ ഒരു ആൽബം സോങ് ഇങ്ങനെ പോകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു. ഇതിനെ അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഈ മറ്റേ ക്വാളിറ്റി കുറഞ്ഞ പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ പാട്ടായിട്ട് ആദ്യം പറയുന്നു. പിന്നീട് നോക്കിയപ്പോൾ കേരളത്തിൽ മുഴുവനും തരംഗവേദന പോവാണ്. അപ്പം നമ്മൾ തന്നെ ഇപ്പൊ പാട്ട് പാടാൻ അറിഞ്ഞൂടാത്ത ഞാൻ വരെ ഫാത്തിമ എന്ന് പാടാൻ ശ്രമിച്ചു എന്നുള്ളത് അതൊരു വിജയമാണ്. അപ്പൊ ദിൽഹെ ഫാത്തിമയിലേക്ക് കൽബാണ് ഫാത്തിമ എന്ന ദിൽഹെ ഫാത്തിമ ഉണ്ടാവാൻ കാരണം ഷാഫി കൊല്ലമാണ്. അതിനും കാരണം താജുദ്ദീൻ വടകരയാണ്. പക്ഷെ ഇപ്പോഴും ഇന്നലെ വരെ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഈ നെഞ്ചുക്കുള്ള നീതാനെ എന്നുള്ള ആ പാട്ട് ചെറിയ മക്കൾ പാടുന്നത്, പിന്നെ അതിനു മുൻപ് ഒരു ക്യാമ്പസിനകത്ത് ബാൻഡായിട്ട് ആ ക്യാമ്പസിനകത്ത് കുട്ടികൾ പാടുന്നത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ താജുക്കയുടെ തുറന്നു പറഞ്ഞു, താജുക്ക ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഷാഫിയുടെ അടുത്തും പറഞ്ഞു. കാരണം പുതിയ എന്നെയൊന്നും ഇപ്പോഴും അറിയില്ല, താജുക്കിനെയും ഷാഫിനെയും അറിയാം. പക്ഷെ എന്നിട്ട് ഇവർ ഈ പാട്ടെടുത്ത് പാടുമ്പം നമുക്ക് വല്ലാത്തൊരു സംഭവം തന്നെയാണ്, പുതിയ ഒരു ജനറേഷൻ. പക്ഷെ പണ്ട് ഈ സംഭവത്തിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ മാപ്പിളപ്പാട്ടിനെ കൊന്നു, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇതാക്കി. ഒരു പാട്ടിനെ ഒന്നും ആക്കിയിട്ടില്ല. കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കലാകാരന്മാർ വരുന്ന കലാവിരുന്നുകൾ ഉണ്ടാവുന്നു. അത് പല വർക്കിലും പല സിനിമയിലും പല രീതിയിലും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു പ്രൊഡക്റ്റായിട്ട് വരുന്നു. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടമായി എന്നാണ്. പിന്നെ അത് മോശം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഫീൽഡിലുള്ളവരായിരിക്കും. പിന്നെ ഓഡിയൻസ് മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കണം, അവർ മോശം എന്ന് പറഞ്ഞ ആ വർക്കിനെ നമ്മൾ അടുത്ത വർക്കിൽ നല്ലതാക്കി മാറ്റാൻ ശ്രമിക്കണം. ഇതിൽ രണ്ടാമതിപ്പം താജൂക്കയാണ് എനിക്ക് ഇപ്പം ഇവിടെ ഇരിക്കാൻ വരെയുള്ള കാരണക്കാരൻ. പടച്ചവൻ്റെ സഹായം കൊണ്ട് താജൂക്ക എൻ്റെ അടുത്ത് നീ രണ്ടാമത് വരണം, പ്രോഗ്രാം ചെയ്യണം, ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. എനിക്ക് ശരിക്കും അത് ഒരു എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ നിന്നും ഒരു ഫാദറിൻ്റെ വാപ്പയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു കലാകാരനാണ് എല്ലാവരുടെ ഉള്ളിലും നമുക്കറിയാം. ആരും ആർക്കും മുകളിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തവരാണ് ഒരു കലാകാരൻ്റെ ഹൃദയം. അവിടെ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണോ അത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൂപ്പരെ വിളിച്ച് ചോദിക്കും, ഞാൻ ഇങ്ങനെ പോകണ്ടേ, ഇങ്ങനെ തരുന്നുണ്ടേ. എനിക്കത് ഭയങ്കരമായിട്ടൊരു പ്രചോദനമായി. കാരണം ഞാൻ മറന്നു ഞാൻ എന്താണ്, ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു. അത് താജുക്ക പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു പവറായി. അന്ന് താജുക്ക കൽബാണ് ഫാത്തിമയിൽ നിന്ന് ദിൽഹെ ഫാത്തിമ തന്ന് ഇന്ന് ആ ഒരു ഫാത്തിമ പാടിയ താജുക്ക തന്നെയാണ് ശരിക്കും കലാപരമായിട്ട് എനിക്കൊരു പവർ തന്നിട്ടുള്ളത്. അപ്പൊ ദിൽഹെ ഫാത്തിമ പാടിയിട്ട് നമുക്ക് അതിന്റെ എന്താ പറയാ ചിൽഡ്രൻസ് ഫാത്തിമയിലേക്ക് പോവാം. സമ്മതിച്ചേട്ടാ, നമ്മള് ചിൽഡ്രൻസ് ഫാത്തിമ ഇറക്കിയത് അത് ഞാൻ ആദ്യം പറയട്ടെ, കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് പോലും ഓർമ്മയില്ല. ദിൽഹെ ഫാത്തിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിന്റെ സെയിം കരോക്കെ ഉപയോഗിച്ചിട്ട് അൽക്കയും വേറെ 2 കുട്ടികളെ ഉപയോഗിച്ചിട്ട് കുറച്ച് പാട്ടിന്റെ ലിറിക്കൊക്കെ മാറ്റിയിട്ട് ഇറക്കിയ വർക്കാ. ആ ഒരു വർക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ഓർമ്മിച്ചെടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇനിയിട്ടൊന്നൊരു സല്യൂട്ട് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ മൊത്തം കൊളാവും. അതുകൊണ്ട് സെറ്റ് അടിപൊളി. ദിൽ കെ അന്തർ തൂ ഹേ നാ, സാമനെ ഭി തൂ ഹേ നാ, ആँख में भी तू है ഫാത്തിമ ഫാത്തിമ, നെഞ്ചുക്കുള്ളേ നീ താനേ, കൺകൾ മുഴുതും നീ താനേ, കാതൽ അൻപത് നീയേ ഫാത്തിമ ഫാത്തിമ, ലൈല ലൈല നീയൻ കൽബാ, നീയും ഞാനും പണ്ടേ മുഹബത്താ. അതൊക്കെ പാടി കഴിഞ്ഞിട്ട് ഷാഫി പാടിയ വരിയിലാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്, എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. നിലവേ ഉന്നെ നിனைத்து நான் ரசிக்கிறேன், இதயம் இரவில் உன்னைத்தான் தேடுகிறேன், அழகே நின் അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേനുണ്ണാൻ മോഹങ്ങളേറി മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ, മനതാരില്ല നേരം സ്വന്തമെന്ന് തോന്നി ഷാഫിയും താജും പാടിയ പാട്ടാണ് ഞാൻ പാടിയത്. അവരെ പോലെ ഒരു വലിയ സിംഗർ അല്ല ഞാൻ.
അപ്പോൾ എന്തായാലും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു. പക്ഷെ ഇനി പാട്ട് പാടേണ്ടി വരും, ഒത്തിരി പാട്ടുകളുണ്ട്. അതിന് മുമ്പ് ഈ ശരിക്കും വിനീത് ശ്രീനിവാസന്റെ നമ്മുടെ സലീമേട്ടനെ വെച്ച് ചെയ്ത MG റോഡ്, കോഫി അറ്റ് MG റോഡ്. അതെ അതെ അതെ. പലവട്ടം കാത്തുനിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ പോയില്ലേ, ആ സാധനമില്ലേ, ഓട്ടോ ട്യൂൺ. അപ്പം നമ്മൾ അതെ ഒരു ടെക്നിക്കൽ ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ അത് മുതൽ ശ്രദ്ധിച്ചു തുടങ്ങി, ഓ ഇങ്ങനെയൊക്കെ ചില സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം സാധ്യതകൾ ഉപയോഗിച്ചൊരു പാട്ടായിരുന്നു അത്. അതേ സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കിണ് വരുന്നത് ഇല്ലേ. അപ്പം ഇപ്പം ബേബി ജീനെയും ഡബ്സിയൊക്കെ നമ്മൾ മലബാറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയും ഇവിടെ സീൻ കുറെ മാറുക, വേടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സീൻ മാറുകയും നീരജൊക്കെ ഭയങ്കര രസമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ സീൻ മാറിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് മ്യൂസിക് മോജോ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ തൈക്കുടം ബ്രിഡ്ജ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പിച്ചിങ് ആണ് ഇപ്പോൾ നമ്മൾ അതിന്റെ റിസൾട്ട് ഒക്കെയാണ് കാണുന്നത്. പക്ഷെ അതിന് മുമ്പേ തന്നെ നിങ്ങളെ റാപ്പ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രൗഡ് ഉണ്ട്. അതായത് ഇന്ത്യ മ്യൂസിക്കിൽ മുമ്പേ നടന്ന ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. വേറെ ലെവൽ. ആ ഇക്കിണ് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. എനിക്ക് ഒന്നാമത്തത് ഭയങ്കര ഭ്രാന്താണ്. അന്ന് പിന്നെ എറണാകുളമാണ് തലസ്ഥാനം കാസറ്റ്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാസറ്റുകൾ ക്ലിക്കാവുന്നത് ഫസ്റ്റ് കോഴിക്കോടാണ്. കോഴിക്കോട് ക്ലിക്കായാൽ കേരളത്തിൻ്റെ മാർക്കറ്റാണ്. പിന്നെ ഓൾ കേരള അത് പടർന്ന് പന്തലിക്കും. ഇതായിരുന്നു അന്നത്തെ മാർക്കറ്റ്. അപ്പോൾ നാദൃശക്ക, പിന്നെ പാട്ടുകാർ, മിമിക്രി കാസറ്റൊക്കെ ഇറങ്ങുമ്പോൾ കാസറ്റുകൾ ഇറക്കണം, സ്ക്രിപ്റ്റ് എഴുതണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് എന്തേലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന സമയത്താണ് ഈ ദിൽഹേ ഫാത്തിമ കൈ കിട്ടുന്നത്. അതിനുശേഷം വർക്കുകൾ ഇറങ്ങി. കിണ് രണ്ടാമത്തെ വർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പം എല്ലാവരും പറഞ്ഞു അവൻ്റെ അടുത്ത് ഇനി അടുത്ത വർക്ക് എന്താണെന്നുള്ളത് നോക്കിയിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എന്താ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ഞാനിങ്ങനെ കോഴിക്കോട് വട്ടാമ്പയിൽ, കല്ലായി കഴിഞ്ഞ് വട്ടാമ്പയിൽ ബൈക്കിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ചീത്ത പറഞ്ഞിരിക്കണം, ഒക്കെ കൂടെ വലക്കം വായിക്കുന്നു. ആ കിണ് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് സംസാരിച്ചതിൽ കിണ് വന്ന്. അപ്പോൾ കിണ് അപ്പോൾ കണ്ടുക്കിണ്, പോയിക്കിണ്, വന്നിക്കിണ്, ഇരുന്നിക്കിണ്, നോക്കിണ്. അപ്പോൾ ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞു, CT കബീറുണ്ട്, എന്നെ പോലത്തെ ഒരു ഭ്രാന്തൻ തന്നെയാണ്, എടാ നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാം, എന്തും കിണ് വെച്ചിട്ട് ചെയ്യണം. ഇപ്പം കൺസെപ്റ്റ് അന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 501 രൂപയ്ക്ക് റിലയൻസ് മൊബൈൽ തന്ന് കോയിൻ ബോക്സ്, ആ സമയത്ത് നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഈ പാട്ടിൽ തീം ചെയ്ത്, അങ്ങനെയാണ് കുറച്ച് പൈസ നമുക്ക് കിട്ടിയിരിക്കണ്, സ്വപ്നം കണ്ടിരിക്കണ്, ചിക്കിടം മൊബൈലിൽ കിട്ടിയിരിക്കണ്. കോഴിക്കോട്ടുകാർ ഉപയോഗിക്കണ പണ്ടത്തെ വാക്കുകളൊക്കെയാണ് കണ്ണുമൂറും ചില്ലാക്കും. അതായത് കണ്ണുമൂറും ചില്ലാക്കും എന്ന് പറഞ്ഞാൽ മുഖമൊക്കെ അടിച്ച് പൊളിച്ചാളെന്ന് പറയണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ ഇതിനകത്ത് കുത്തി കയറ്റിയിട്ടാണ് ആ പാട്ടുണ്ടാക്കിയത്. എഴുതി ഓർക്കസ്ട്ര ചെയ്ത് പിന്നെ അത് വിഷ്വലിലേക്കാണ് മാറിയത്. വിഷ്വൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ബാക്കിൽ ഒരു ബ്ലാക്ക് കർട്ടനും സംഭവങ്ങളൊക്കെ ചെയ്ത് ലിയോൺ കെ തോമസിൻ്റെ കൂട്ടുകാരനാണ് ചെയ്തത്, എറണാകുളത്തുകാരനാണ്. പിന്നെ നിതിനേട്ടൻ ക്യാമറ. അത് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റ് കിട്ടി. അതിൽ റാപ്പ് വെർഷൻ ചേർത്ത് മൊത്തത്തിൽ അത് മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ മൊത്തം നെഗറ്റീവായിട്ട് എനിക്ക് നല്ല തെറിയായിട്ടുണ്ട്. എൻ്റെ ഓഫീസൊക്കെ കോഴിക്കോട് പാളയത്തായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ടൗണിൽ കറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ബൈക്കിലൊരു ഫാമിലി എടുത്തിട്ട് തെറിയേറി വിളിച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടെത്തിയ സംഭവം എന്ന് വെച്ചാൽ ഞാനെന്തോ കോഴിക്കോട്ടുകാർ സംസാരിക്കുന്ന ആ ഒരു ഭാഷയെ അല്ലെങ്കിൽ വാക്കുകളെ കളിയാക്കിയതാക്കിയിട്ട് തോന്നി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മലപ്പുറത്തുകാർ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ ഇതാന്ന് വിചാരിച്ച് ടോട്ടലി നമ്മൾ ഉദ്ദേശിച്ചത് ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാനുള്ളത് ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പാട്ടാണ് ശരിക്കും ലൈഫിൽ എന്നെ ഇന്നിവിടെ വരെ എത്തിച്ചത്. അപ്പോൾ ആ പാട്ട് ഞമ്മള് വന്നിക്കണ്, രജനീഷ് ഏട്ടനെ കണ്ടിക്കണ്, ഒരുപാട് ഓഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിക്കണ്, സൗണ്ട് സ്വീറ്റാന്ന് പറഞ്ഞിക്കണ്, ചോദ്യങ്ങൾ ചോദിച്ചിക്കണ്, പഹയന്റെ നുണക്കുഴി കണ്ടിക്കണ്, അടിപൊളി സ്റ്റൈലിൽ ഇരുന്നിക്കണ്, ഒരു ഗിഫ്റ്റും തന്നിക്കണ്, തലേന്നിരുന്നിക്കണ്, നാളെ ഗസ്റ്റിനെ കിട്ടിക്കണ്, ഇന്ന് പഠിക്കാൻ തുടങ്ങിക്കണ്, ഓരെ കുറിച്ച് തിരയാൻ നിന്നിക്കണ്, ഉറങ്ങാതിരുന്നിക്കണ്, നല്ലോണം തലയിൽ കയറ്റിക്കണ്, പഠിച്ചിട്ട് സ്റ്റൈലായി വന്നിക്കണ്, ഇരുന്നോരെ വട്ടം കറക്കിക്കണ്, വന്നോരിരുന്നിക്കണ്, ഓരെ മനസ്സ് നിറച്ചിക്കണ്, ചിലവരെ നെഞ്ചത്ത് ചേർത്തിക്കണ്, ഓരെ കണ്ണൊക്കെ നിറഞ്ഞിക്കണ്, നമ്മളിരുന്നിക്കണ്, ഒരാളെ പറ്റി പാടാൻ പറഞ്ഞിക്കണ്, ക്യാമറമാനോനെ കാണിച്ചിക്കണ്, ഓന് ഷെമീറാന്ന് പറഞ്ഞിക്കണ്, പാവാന്ന് പറഞ്ഞിക്കണ്, ലേഡീസിനെ ഇഷ്ടമല്ലാന്നും പറഞ്ഞിക്കണ്, ഫാമിലിയായി ജീവിക്കാന്നും പറഞ്ഞിക്കണ്, അത് പാടണ്ടെന്നും പറഞ്ഞിക്കണ്, പണി കൊടുക്കുന്നു പറഞ്ഞിക്കണ്, ഷെമീർ തിരിച്ചും പറഞ്ഞിക്കണ്, എന്നെ നാട്ടിക്കല്ലേ പറഞ്ഞിക്കണ്, എനിക്ക് ഇൻഫർമേഷൻ തന്നിക്കണ്, മൂപ്പര സ്വഭാവമാണെന്നും പറഞ്ഞിക്കണ്, അത് തിരിച്ചടിച്ചതാന്നും പറഞ്ഞിക്കണ്, കയ്യെ കൂപ്പിയിട്ട് നിന്നിക്കണ്,
ഞമ്മള് പറഞ്ഞതൊക്കെ പാടിക്കണ്, വാവ് ഗ്രേറ്റ്. കയ്യൊന്നെടുത്തുക്കണ്, കൈ നെറ്റിമ വെച്ചുക്കണ്, മൂപ്പര് ഗ്രേറ്റ് പറഞ്ഞിക്കണ്, ഷൂട്ടിന്റെ ഇടയിൽ ഫോണൊന്ന് വന്നിക്കണ്, ടൊണ്ടോണ്ടം ബെല്ലെന്നടിഞ്ഞിക്കണ്. അതിന്റെ ലൈവ് സെറ്റൽ സൂപ്പർ. ഓ എന്നാ വെച്ചാല് അത്രയും സാധനം നമ്മളെ തലച്ചോറിലേ കറക്റ്റ് മീറ്ററിൽ വരണ്ടേ, കുറച്ച് പാടാണ്, അഭ്യാസമാണ്. എന്തായാലും ഒരു ഭാഗ്യം. ഒറിജിനൽ ഈണം ഒന്ന് പാടുവോ? കുറച്ച് പൈസമൊക്കെ കിട്ടിക്കണ്, ഞമ്മള് സ്വപ്നം കണ്ടിക്കണ്, ചികിടം മൊബൈല് വാങ്ങിക്കണ്, ഞെക്കി കുത്തി ഹലോ ഒന്ന് പറഞ്ഞിക്കണ്, ആരാന്ന് ചോദിച്ചിക്കണ്, കളിപ്പിക്കേണ്ട മൊയന്തേന്ന് കേട്ടിക്കണ്, ബറച്ചിട്ട് മൊബൈല് വീണിക്കണ്, പൊട്ടിട്ടില്ല പടച്ചോൻ കാത്തിക്കണ്, സൂറാക്ക് വിളിച്ചിക്കണ്, ഓളെ കെട്ടിയോന്നതറിഞ്ഞിക്കണ്, കണ്ണുമുറും ചില്ലാക്കും പറഞ്ഞിക്കണ്, ഞമ്മള് വെറുതെ ഇരുന്നിക്കണ്, തെങ്ങുമ്മ കേറിക്കണ്, റേഞ്ചിന് മട്ടൽമ തൂങ്ങിക്കണ്, മുട്ടും കുത്തിക്ക് പൊട്ട് വീണിക്കണ്, നമ്മൾ വന്നിക്കണ്, കണ്ടിക്കണ്, നിങ്ങളെ കണ്ടിക്കണ്, നമ്മൾ കിണ് വെച്ച് പാടിക്കണ്, ഇടയ്ക്ക് എന്നൊരു ബേസിലൊരു സൗണ്ടും കേട്ടിക്കണ്. അത് കട്ട് ചെയ്തേക്കണേ എന്ന് ഞാൻ പറയൂല. അത് കട്ട് ചെയ്യണ്ടെന്ന് രജനീഷ് ചേട്ടൻ പറഞ്ഞേക്കണം. ശരിക്കും ടോ ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ സേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അന്ന് അത് അതുകൊണ്ടുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും. അപ്പം ആൽബംസ് തകർത്തിരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. സൂര്യ ടിവിയുടെ പരിപാടിയിൽ, കിരൺ ടിവിയിലും മറ്റുമൊക്കെ ഈ ആൽബംസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ടൈമും കൂടെയാണ്. അപ്പം അതിന്റെ ഭാഗമാവുന്നവരെയൊക്കെ അന്ന് കണ്ടവരൊന്നും ഒരു കാലഘട്ടത്തിൽ മറക്കില്ല. എന്ന് വെച്ചാൽ അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ ഒരുപാട് ചോയ്സസ് ഉണ്ടല്ലോ. അന്നിപ്പോ നിങ്ങൾ കാണിക്കുന്നത് എന്താണോ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളാണ് രാജാക്കൾ. അപ്പൊ ആ കാലം കൂടെ ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമാവുന്നത്? കിണ് ഹിറ്റായി കഴിഞ്ഞപ്പോ നമ്മുടെ സത്യം ഓഡിയോസ് ഇല്ലേ, പ്രേമേട്ടൻ ഗൾഫിലുള്ള റെഫ് ഓഡിയോസിന്റെ ആയിക്കായ വിളിച്ചിട്ട് എന്റെ നമ്പർ കളക്ട് ചെയ്ത് എന്നെ കാണാൻ വരാൻ വേണ്ടി പറഞ്ഞ് പ്രേമേട്ടനെ പറഞ്ഞപ്പോൾ കിണ് പോലത്തെ ഒരു വർക്ക് വേണമെന്ന് പറഞ്ഞു. ഇപ്പം നമുക്കൊരു ഹിറ്റ് കിട്ടിയാൽ അതുപോലെ ഒരു ഹിറ്റ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. ചിലതൊക്കെ സംഭവിച്ചു പോകണതാണ്. പക്ഷെ നമുക്ക് ചിന്തിച്ചെടുത്തിട്ട് മറ്റൊരു ഹിറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രം. അപ്പം അതേപോലത്തെ ആ സമയത്ത് ആലോചിച്ചിട്ട് കൂടുതലൊന്നും കിട്ടാണ്ടായപ്പോൾ ഈ വർക്ക് പോവും ചെയ്യരുത്, അങ്ങനെയാണ് ഈ ടോ വരുന്നത്. അപ്പോൾ പെൻഡിങ് വർക്ക് ഉണ്ടാവും. ഇതെനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് എന്തോ പ്രോഗ്രാമിന് പോയപ്പം ഒരു റേഡിയോ ജോക്കി സംസാരിച്ചാണ്. പിന്നെ ഓക്കെ ഇനി വിളിക്കണം കേട്ടോ, പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ, പിന്നെ അപ്പോൾ എല്ലാത്തിലും ടോ വന്നു. അപ്പം ഞാൻ ഇപ്പോൾ കോഴിക്കോട് നമ്മൾ കിണ് പോലെ തന്നെ സംസാരിക്കണം, കണ്ടുകണ് കേട്ടോ, കിണിൻ്റെ കൂടെ ടോ, കണ്ടുകണ് കേട്ടോ, വന്നുകണ് അല്ലെങ്കിൽ കൊടുത്തുകണ് കേട്ടോ. അപ്പോൾ ഇത് തിരുവനന്തപുരത്തുള്ള ഒരു റേഡിയോ ജോക്കി സംസാരിക്കുമ്പം അപ്പോൾ ഇതെല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെയാണ് വീണ്ടും എന്നെ പോലത്തെ ഭ്രാന്തായിട്ടുള്ള ടി കവറിൻ്റെ അടുത്ത് പോകണം, ആ ടോ വെച്ചിട്ട് പാട്ട് എഴുതിക്കണം. അതിനകത്ത് ഇന്ദ്രൻ സെട്ട് വരാൻ കാരണം ഞാൻ പൂവങ്കോഴി കൂകി കിട്ടോ, കൂക്കിന് ഞാളെ എണീച്ച് കിട്ടോ, കട്ടൻ ചായ കുടിച്ച് കിട്ടോട്ടോ, പുട്ടിന് തേങ്ങ നിറച്ച് കിട്ടോ, കൂട്ടാൻ കടലക്കറിയാണ് കിട്ടോ, വിളമ്പിയപ്പം അത് കഞ്ഞായി കിട്ടോ, ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടി കിട്ടോ, ഫൈൻ 500 കിട്ടി കിട്ടോ, ഹെൽമെറ്റിന് 300 ഉള്ളൂ കേട്ടോ. അന്ന് നമ്മൾ അതിലൂടെ പറഞ്ഞത് അന്ന് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കിട്ടും. അന്ന് 10-300 രൂപ കൊടുത്താൽ ഹെൽമെറ്റ് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് നീ ഫൈൻ അടയ്ക്കേണ്ട, ഹെൽമെറ്റ് വെച്ചോ. ഒരു ബോധവൽക്കരണം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് അതിനകത്ത് ചെയ്തത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പാടിയെടുത്ത് പിന്നെ പൂവങ്കോഴി കൂകി കിട്ടോ, കൂക്കിന് ഞാളെ എണീച്ച് കിട്ടോ, കട്ടൻ ചായ കുടിച്ച് കിട്ടോട്ടോ, ഇത് ഫൈനൽ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ സൗണ്ട് പോലെ വന്ന്. അപ്പോൾ അവിടെ ലഡു പൊട്ടി. ഇന്ദ്രൻ ചേട്ടനെ കിട്ടി. അപ്പോൾ ഇന്ദ്രൻ ചേട്ടന് എങ്ങനെ കണക്ഷൻ ഉണ്ട്, പരിചയമുണ്ട്. എനിക്ക് ഇന്ന് നിങ്ങളെ മുന്നിലിരിക്കുമ്പോൾ കിട്ടിയ അതേ സന്തോഷമാണ് അവിടെയും കിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുൽഫിക, പുള്ളിയെ ബഹ്റൈനിൽ വെച്ചിട്ട് ഇന്ദ്രൻ ചേട്ടനെ ഒരു കൂട്ടാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ കിണ് പുള്ളിയുടെ നാട്ടുകാരനാന്ന് പറഞ്ഞപ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളി ആ പാട്ടിൻ്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോഴിക്കോട് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണാൻ ഇടയായി. അവിടെ നിന്നും എൻ്റെ അടുത്ത് ലൈവായിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അത് കേട്ടോടുകൂടി തന്നെ ഞാൻ കാരണം ഇന്ദ്രൻ ചേട്ടനെ പോലത്തെ ഒരാളത് പറയുമ്പോൾ അപ്പോൾ കെട്ടിപ്പിടിച്ച് കോഴിക്കോട് സാസോ റെസിഡൻസിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ വർക്കിനകത്തേക്ക് ഞാൻ അഭിനയിക്കാൻ വരുമെന്ന് വെച്ച്. പക്ഷേ രജനീഷ് ചേട്ടാ ഒന്നും പറയാനില്ല കേട്ടോ. ഇപ്പോഴല്ലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ അറിയാൻ തുടങ്ങി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു സാധാ ഒരു കലാകാരനെ പോലെ വന്ന് പൈസ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് തന്ന സ്നേഹം, പരിഗണന, പുള്ളിയുടെ ഇടയിൽ ഞാൻ വലിയ ആർട്ടിസ്റ്റും പുള്ളി അങ്ങനെ ശരിക്കും എൻ്റെ പ്രാർത്ഥനയിൽ മൂപ്പരുണ്ടാവും. കാരണം അന്ന് ചെറിയൊരു കലാകാരനായിട്ടുള്ള എന്നെ വലിയൊരു കലാകാരനായിട്ടുള്ള ആ ഒരു വ്യക്തി സഹായിച്ചതിൽ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവും. കാരണം അതിലും വലുത് എനിക്ക് പറയാനില്ല. അങ്ങനെയാണ് ആ ഒരു വർക്ക് ഉണ്ടാവുന്നത്. ആ വർക്കിനകത്ത് മിസ്റ്റർ ഇന്ത്യ പട്ടം അടിച്ച ആളാണ് അതിനകത്ത് പിന്നെ അഭിനയിക്കാൻ വന്നത്. പിന്നെ ഒരു സാബിത്ത്, ഇവരൊക്കെ
ജിംനേഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് ആ ഒരു വർക്ക് ഉണ്ടാകുന്നത്. അത് കിരൺ ടി വിയിൽ എന്താ പറയുക, ഫുൾ ടൈം അൺലിമിറ്റഡ് ആയിരുന്നു അത്, ആ ഒരു പാട്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിർത്തടേന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് നിങ്ങൾ മെച്ചപ്പെടുന്നുണ്ടായിരുന്നില്ലേ? നല്ല സെറ്റായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ലൈഫ്. കാരണം ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞ്, എൻ്റെ ഫാദർ ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട്, തലശ്ശേരിക്കാരനാണ്. 8ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ്സിലേക്ക് സാമൂതിരി ഹൈസ്കൂളിലേക്ക്, ടൗണിലാണ്, സിറ്റിയുടെ നടുക്കാണ്, ആ സ്കൂളിലേക്ക് ചേക്കേറി. സാമ്പത്തിക പ്രയാസം ബുദ്ധിമുട്ടൊക്കെ കാരണം ഉമ്മയുടെ എളാപ്പയുടെ കൂടെ പച്ചക്കറി മാർക്കറ്റിലേക്ക് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് യൂണിഫോം അയച്ചിട്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകും. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ എക്സിബിഷനിലേക്ക് അനൗൺസ് ചെയ്യാൻ പോകും. പേര് കേട്ട പന്തൽ കോൺട്രാക്ടർ ഉംറാസ് എൻ്റർപ്രൈസസ് അവരുടെ മകനാണ് എന്നെ കൊണ്ടുപോയതൊക്കെ. അങ്ങനെയാണ് ഈ അനൗൺസ്മെൻറ്റിനോട് ഇഷ്ടം വരുന്നത്. കുറേ ഡബ്ബിങ് ആർട്ടിസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറുന്ന അവിടെ നിന്നാണ്. അങ്ങനെ അവിടുന്ന് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്ത് പിന്നെ പുതിയ സ്റ്റാൻഡിലേക്ക് മാറി. പിന്നെ എനിക്ക് ഒരു ഓട്ടോ എടുത്ത് തന്ന്, പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായി. സത്യം പറഞ്ഞ ഒരു സിറ്റിക്കകത്ത് തന്നെയാണ് മൊത്തം ലൈഫ് ചെറുപ്പം മുതലേ. അവിടുന്ന് പിന്നെയാണ് ദിൽഹെ ഫാത്തിമ. അതിൻ്റെ മുന്നേ കുറച്ച് കാസറ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടൊക്കെ, പരാജയമൊക്കെ ആയിരുന്നു അത്. അതിൽ ദിൽഹെ ഫാത്തിമ ഇറക്കിയോട് കൂടിയിട്ടാണ് വില്യന് സജേട്ടൻ എനിക്ക് എൻ്റെ ലാഭത്തിൽ നിന്ന് എനിക്കൊരു കട വാങ്ങിത്തരുന്നത്. എൻ്റെ കാശിന് തന്നെ എനിക്കൊരു കട എടുത്തു തന്നു. അവിടെ മുതൽ പിന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. അദ്ദേഹത്തോട് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു കോഴിക്കോട്ടൻ എന്നൊരു ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം തന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫൊക്കെ അങ്ങനെയാണ്. അത് തന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ മികച്ചത് ചെയ്യാം എന്നുള്ളതാണല്ലോ. നമ്മൾ പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങും, ഇന്ന സ്ഥലത്ത് എത്താൻ തുടങ്ങും. അങ്ങനെ പിന്നെ ഷോകൾ കൂടി, സ്റ്റേജ് ഷോകൾ കൂടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ഇറക്കാനുള്ള ആഗ്രഹങ്ങൾ വന്നു. പിന്നെ അതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സാമ്പത്തികമായിട്ടും ലൈഫിൽ ഫ്ലൈറ്റ് യാത്ര, ഗൾഫ് യാത്ര, വലിയ വലിയ റൂമുകൾ, ജീവിതത്തിൽ ഫുട്പാത്തിൽ 10-12 മണിക്കൂർ വെയിൽ കൊണ്ടിട്ട് നിന്ന കുറേ കാലങ്ങൾക്ക് പടച്ചോൻ തന്ന ഒരു എന്താ പറയുക ഗിഫ്റ്റ്, ദുനിയാവിലെ സ്വർഗം. പിന്നെ ചെയ്ത വർക്ക് ഷാൻ റഹ്മാനാണ് ഓർക്കസ്ട്ര ചെയ്തത്. അങ്ങനെ ഒരു ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ള അന്ന് ആൽബം ടീം മൊത്തം അണിനിരന്നിട്ട് ഒരു ഫുട്ബോൾ പാട്ട് മലയാളം ചെയ്ത് റിക്കി മാർട്ടിന്റെ പാട്ടെടുത്ത് മലയാളത്തിൽ ചെയ്തു. അതിന്റെ പേര് ദിൽഹെ താജ്. ഓർമ്മയുണ്ട്? അടിപൊളി. അല്ല, അത്യാവശ്യം പഠിക്കണ്ടേ? അത് വേണം, പഠിച്ചിട്ട് വരണ്ടേ? ഇത് പഠിച്ച്. അപ്പൊ അങ്ങനെ പിന്നീട് ലൈഫ് മൊത്തം ഹാപ്പിയാണ്. പക്ഷെ അന്ന് 15 വർഷം കിട്ടേണ്ടിയിരുന്ന പ്രോത്സാഹനങ്ങൾ, ഇഷ്ടം, സ്നേഹം അതെനിക്ക് 2025 കിട്ടിയത്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് വന്ന കോളുകൾ, മെസ്സേജുകൾ ഞാൻ പ്രതീക്ഷിക്കാത്ത ഓക്കേന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല ഫാമിലീസും വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുത്തു. കാരണം ഇതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ വലിയൊരു അംഗീകാരം. എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഓഡിയൻസ് തന്നെയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയും പണ്ട് കാസറ്റ് വാങ്ങിയവരും CD വാങ്ങിയവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ തിരിച്ച് സംസാരിക്കണം എന്ന് തോന്നി മെസ്സേജ് ചെയ്യുന്നവർക്കൊക്കെ റീപ്ലൈ ചെയ്തു. അപ്പം അതിനകത്ത് തന്നെ അവർ വണ്ടറായിട്ട് തിരിച്ചിട്ട് അയ്യോ നിങ്ങളൊക്കെ റീപ്ലൈ ചെയ്യോ? ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഇപ്പോൾ രണ്ടാമത് എന്നെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി, എനിക്ക് അവസരങ്ങളുണ്ട് കൂടി, അതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശികൾ അവർ തന്നെയാണ്. നമുക്ക് കുറച്ച് കഴിവുണ്ടെങ്കിൽ നമ്മളെ പൊക്കാൻ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന കലയെ ഇഷ്ടപ്പെടുന്നവർ മതി. ആർക്കും ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചവർക്ക് വരെ വരാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമായി. അതിന് പ്രോത്സാഹനം ഓഡിയൻസ് തന്നെയാണ്. നമ്മുടെ കഴിവൊന്നും അവരുടെ മുന്നിൽ ഒന്നുമല്ല. എന്തുകൊണ്ടും നമ്മളൊക്കെ അവരുടെ ദത്തുപുത്രന്മാരാ, ഓഡിയൻസിന്റെ. നമ്മളെക്കാൾ വലിയ കലാകാരന്മാർ അവർ തന്നെയാണ്. ഇപ്പൊ വീണ്ടും സ്റ്റേജിലേക്ക് വരുന്നതിന് ഇപ്പൊ വിനീത് ശ്രീനിവാസനുമായിട്ട് ഒരു സ്റ്റേജ് പങ്കിടുന്ന ഞാൻ കണ്ടായിരുന്നു. അത് കുറച്ചു കാലം മാറി നിന്നിട്ട് എങ്ങനെയാ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്? ഞാൻ മൊത്തത്തില് കലാകാരൻ എന്നുള്ള കുപ്പായ അഴിച്ചു വെച്ചാണ്. വേണ്ട, ഇനിയുള്ള ലൈഫ് സാധാ സീത, എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കണം, എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുള്ള പണികളൊക്കെ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകണമുണ്ട്. എന്നെ വിനീതിൻ്റെ കൂടെ എത്തിച്ചത് ഞാൻ കോഴിക്കോട് നിന്ന് ഒരു 5 വർഷം മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാ ഫീൽഡിലും അവരവരതായ മത്സരങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞപ്പം എൻ്റെ തട്ടകം ഞാൻ കൊല്ലത്തേക്ക് മാറ്റി. കൊല്ലത്ത് എനിക്ക് നല്ലൊരു അവസരം തന്നപ്പോൾ നൗഫൽക്ക, നമ്മുടെ AM നസീറിൻ്റെ അനിയൻ, ആ പുള്ളിയാണ് എന്നെ ഒരു മാപ്പിളപ്പാട്ട് സിംഗർ എന്നതിനപ്പുറത്തേക്ക് വലിയ വലിയ വേദികൾ നിന്ന്. ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ്, തുടക്കം മുതലുണ്ട്. ആ ആങ്കറിങ്ങിനോടൊപ്പം തന്നെ ഈ കിണു പാടാൻ തുടങ്ങി. അത് പുള്ളിക്ക് കൂടുതലായിട്ട് ഇഷ്ടമാവും. സ്റ്റേജിൽ ഞാനതൊരു ബെറ്റ് വെച്ചിട്ട് 1 ലക്ഷം രൂപ ബെറ്റ് വെച്ചിട്ടാണ് പാടുക. എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ തരും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വിജയിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഹാപ്പി. പുള്ളിയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ശരിക്കും എന്നെ സാമ്പത്തികമായിട്ട് പിന്നീട് നോക്കിയതും എനിക്ക് അതിലൂടെ ഒരു വരുമാനം തന്നതും ഒക്കെ പുള്ളിയാണ്. പിന്നെ വിനീതേട്ടൻ്റെ ഷോയ്ക്ക് കയറുക ഒരു സിനിമ കാണുന്ന രീതിയാണ് വിനീതേട്ടൻ്റെ ഷോ. നമ്മൾ സിനിമയെ കാണുന്ന വിനീത ശ്രീനിവാസനല്ല. ശരിക്കും ഞാൻ ആ പുള്ളിയുടെ ഫാനാണ്. ആ പ്രോഗ്രാമിൽ പോയാൽ എനിക്ക് കിട്ടുന്ന എനർജി എനിക്ക് വിനീത് വഴക്കുറയും. അപ്പോൾ ആ പ്രോഗ്രാമിൽ പോയാൽ അയാളെ മാറിയെന്ന് ഞാൻ
ശ്രദ്ധിക്കും, പാട്ടുകൾ കേൾക്കും, ഉം. ആസ്വദിക്കും. അങ്ങനെ പിന്നെ സ്ഥിരമായി പോയി. അതിലൂടെയാണ് കുറേ സാമ്പത്തികമായിട്ട് എനിക്ക് കുറേ മാറ്റങ്ങളും ഗൾഫ് ഷോക്കൊക്കെ കിട്ടി തുടങ്ങി ഉം. ഉം. വിനീതേട്ടൻ്റെ. ഉം. അതേ വിനീതേട്ടനും അതേ നൗഫലിക്കും തന്നെയാണ് രണ്ടാമതും ബേപ്പൂർ ഫെസ്റ്റിന് എന്നെ കൊണ്ട് ആങ്കർ ചെയ്യിച്ചത്. ഉം. ആങ്കർ ചെയ്ത സമയത്ത് പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ഇല്ല, ചിലപ്പോൾ പൊട്ടിപ്പോവും. ഉം. പക്ഷെ അവരെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല, അത് പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണെന്ന് അറിയില്ല. അവിടെ ഞാൻ ആങ്കർ ചെയ്തു. എൻ്റെ പണി തീർത്ത് ഞാൻ റൂമിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പം വീണ്ടും സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കേണ്ടതെന്ന് പാട്ടിനേക്കാൾ കൂടുതൽ അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഉം. ആ ഒരു സംസാരത്തിൽ അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വേദിയായിരുന്നു അത്. ഉം. അവിടെ ഒരു പ്രശ്നം പ്രയാസവും ഇല്ലാണ്ട് ആ പ്രോഗ്രാം തീർക്കാൻ പറ്റിയതിൽ ഒരു അവതാരകൻ എന്ന രീതിയിൽ ഉം. എനിക്ക് എന്തോ പടച്ചവനൊരു ഗിഫ്റ്റ് തന്നു ഉം. സംസാരിക്കാനും. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞതൊക്കെ ആളുകൾ അനുസരിച്ച് എന്നുള്ളതാണ്. ഉം. ഉം. ആയിരക്കണക്കിന് ക്രൗഡ് കൂടുതലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ആ ഉള്ള പ്രോബ്ലംസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സാധാരണ ഉണ്ടാവാറുള്ള പോലെ. സാധാരണ ഉണ്ടാകും. അത് ബേപ്പൂർ ഫെസ്റ്റ് സീസൺ 4 ആണ്. അത് ഓരോ വർഷം കഴിയുമ്പോഴും ഭയങ്കരമായിട്ടും കോഴിക്കോട്ടുകാരല്ല ശരിക്കും, ഉം. കേരളം മൊത്തമുള്ള ആളുകൾ അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്ഥലം ചെറുതാണ്. ഉം. ഒരു 10 ബീച്ചിൽ കൊള്ളേണ്ട ആളുകളാണെന്ന് ഒരൊറ്റ സ്പേസിലേക്ക് വന്നത്. ഉം. ശരിക്കും അവിടെ മരണം നടക്കേണ്ടതായിരുന്നു അന്നത്തെ ആ ഒരു സംഭവം. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നല്ല തക്കതായിട്ടുള്ള പോലീസുകാരുടെയും വളണ്ടിയേഴ്സിൻ്റെയും സംഘാടകരുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് അത് ഒന്നും സംഭവിക്കാണ്ട് വിജയിച്ച് പിരിയാൻ പറ്റി. ഉം. അതിൻ്റെ ഒരു ഭാഗമായതിൽ ഞാൻ സന്തോഷിച്ചു. അപ്പം ആ ഒരു സ്റ്റേജിൽ എന്നെ കണ്ടു അതിൽ ആങ്കറിന്റെ ഒരു മിടുക്കും കൂടെ ഉണ്ട്, എളിമ കൊണ്ട് പറയാത്തതാണ് കേട്ടോ. അല്ലേ ദൈവിക പഠിച്ച നമുക്ക് തന്ന ഗിഫ്റ്റ് അത്രയുള്ള. വർത്താനം പറഞ്ഞ ആൾക്കാരെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ ഒരു ഇന്നസെൻസ് ഒക്കെ ആയിരിക്കാം ആൾക്കാർക്ക് accept തീർച്ചയായിട്ടും ചെയ്യാൻ തോന്നിയത്. തീർച്ചയായിട്ടും ഉം. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെ തെറി പറയുന്നവരുണ്ടാവും സ്റ്റേജിൽ നിന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ തിരിച്ചു പറയില്ല, താങ്ക് യു മുത്തേ പറയും. ഉം. ചിലപ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാണുന്നുണ്ടാവും. പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അത് അദ്ദേഹത്തിൻ്റെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടാണ്. ഉം. തിരിച്ച് നമ്മളത് പറയുമ്പം ആ ഒരാളെ തിരിച്ചു പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ പറഞ്ഞതിന് തുല്യമാണ്. ഉം. മാക്സിമം മിണ്ടാണ്ടിരിക്കുക. ഞാൻ അതെൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു എന്താണ് നീ തെറി പറഞ്ഞിട്ട് തിരിച്ചു പറയാത്തതെന്ന് വെച്ച് ഞാൻ ഒരു ഇത് കേട്ടാലും 5000 കിട്ടൂലെന്ന് വെച്ചു ഉം. അന്നത്തെ ഇതില്. കാരണം മറ്റേതൊക്കെ പോവും, അതും പോവും, ഇതും പോവും, മൊത്തം പ്രശ്നവും. സൈലന്റ്. അവൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക.